എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു നൃത്ത പരിപാടി നടന്നതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേഡിയമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പിച്ചിന് ധാരാളമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പിന്നീട് ആ പിച്ച് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഹോം മത്സരം ഇങ്ങ് വന്നെത്തിയിരിക്കുകയാണ്. മോഹൻ ബഗാനുമായുള്ള ഹോം മത്സരം വരുന്നത് ഈ മാസം 15-നാണ്. എന്നാൽ ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പിച്ച് മത്സരത്തിന് സജ്ജമാണോ എന്നതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് KBFC എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു മാധ്യമം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അവർ പങ്കുവച്ച അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കടക്കാം. എന്നാൽ KBFC എക്സ്ട്രാ എന്ന് പറയുന്ന മാധ്യമം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. ഇപ്പോൾ സ്റ്റേഡിയത്തിലെ നിലവിലെ സ്ഥിതി എന്താണെന്നുള്ളൊരു ചിത്രമാണ് അവരിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും പിച്ച് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ചിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ആ ചിത്രത്തിൻ്റെ ഫോട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്തായാലും ഭൂരിഭാഗം സ്ഥലത്തും നല്ല രീതിയിൽ തന്നെ പിച്ച് വെച്ച് പിടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ പിച്ച് പിടിക്കുന്നില്ല എന്നതും നമുക്ക് ആ ചിത്രങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പഴയ സ്ഥിതിയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. എന്നാൽ ഭാഗികമായി പഴയ സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും മത്സരത്തിന് സജ്ജമാണ് എന്ന് തന്നെയാണ് ആ ചിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും ആ ചിത്രം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ നിങ്ങൾ അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.